എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്ന് തിരക്കായിരുന്നു. എനിക്ക് അനുഭവങ്ങൾ നോക്കാൻ പോലും സമയം കിട്ടിയില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണമല്ലോ, അതെനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരനുഭവം നിങ്ങളോട് പറയുകയാണ്. കുറേ ദിവസമായി അയച്ചു തന്നിട്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതാണ് സംശയം. എൻ്റെ കയ്യിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പം വേഗം തന്നെ അനുഭവത്തിലേക്ക് പോവാം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. ഞാൻ ആദ്യമായി പറയട്ടെ, നിങ്ങൾ ഈ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ ഗുരുവായൂരിലൂടെ നിങ്ങൾ ഗുരുവായൂരിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ തൊഴാൻ നിൽക്കട്ടോ. അപ്പം ഗുരുവായൂരിലൊന്നും ഈ അടുത്തൊന്നും പോകാത്തവർക്ക് ഈ ഒരു അനുഭവമായിട്ട് മാറട്ടെ. കണ്ണടച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ണടച്ച് കേൾക്കാം. ഓക്കെ. ശ്രീകാന്ത് സാറേ, ഞാൻ സാറിൻ്റെ വൃന്ദാവനത്തിലെ ഗിരിജയാണ്. ഗിരിജമ്മയുടേതാണ്. ഈ 26-ാം തീയതി എനിക്ക് ഗുരുവായൂരിൽ കൃഷ്ണനാട്ടം വഴിപാട് നടത്താൻ വേണ്ടി നമ്മുടെ കണ്ണൻ അനുഗ്രഹിച്ചിരുന്നു. എനിക്ക് കണ്ണൻ തന്ന ഒരു അനുഗ്രഹവും ഇവിടെ ഞാൻ പറയട്ടെ കേട്ടോ. ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ അവിടെ എത്തി. നല്ല തിരക്കായിരുന്നതുകൊണ്ട് അകത്ത് കയറാൻ തൊഴാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കണ്ണനോട് പറഞ്ഞു, ബലരാമസ്വാമിയെ ഒന്ന് കാണിച്ചു തരണേ എന്ന്. അങ്ങനെ കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുതുകൊണ്ട് നിന്നപ്പോൾ അകത്തേക്ക് ഒരു നിമിഷം നോക്കി എനിക്ക് മുന്നിലുള്ള ക്യൂവിൽ തിരക്കും കുറവും പൊക്കം കുറഞ്ഞ ആളുകളും മാത്രം. സന്തോഷത്തോടു കൂടി ഞാൻ അലങ്കാരം കണ്ടു തൊഴുതുട്ടോ. പിന്നീട് ശിവേലിക്ക് മുൻപ് കണ്ണൻ്റെ അന്നവും തന്നു വയറ് നിറച്ചു. കണ്ണൻ്റെ കൂടെ നടന്ന് നമസ്കാരം ചെയ്ത് പ്രദക്ഷിണം വയ്ക്കാനും സാധിച്ചിട്ടോ. ഒരു തിരിയെങ്കിലും കൊളുത്താൻ കിട്ടുമോ എന്ന് ചിന്തിച്ചു പോയി. ഒരു ജീവനക്കാരനോട് ചോദിച്ചു. തരാം, കൂത്തമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പടിഞ്ഞാറേ നടയിൽ മതിയാവോളം തിരിതെളിച്ചു. മറ്റുള്ളവർക്ക് കോൽ കൊടുത്ത് വടക്കേ നടയിലെത്തിയപ്പോൾ നല്ല വെളുത്തുയരമുള്ള ഒരു അച്ഛൻ എൻ്റെ നേരെ തിരികോൽ നീട്ടിയിട്ട് പറഞ്ഞു, ആ ഉയരത്തിലുള്ള തിരി കൊളുത്താൻ. ഒരു നിമിഷം ഞാൻ അച്ഛനെ ഒന്ന് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനാണോ എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തൃപ്പുകയും തൊഴുതു. നെയ്യ് വാങ്ങാൻ നിന്നു. മനസ്സിൽ തോന്നി, ഒരു കുപ്പിയിൽ കിട്ടിയാൽ കൊണ്ടുപോയി ഭർത്താവിന് കൊടുക്കാമായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചെറിയ ഒരു നെയ്യ് കുപ്പിയിൽ തന്നുട്ടോ. വീണ്ടും സന്തോഷിപ്പിച്ചു കണ്ണൻ. ഉച്ചയ്ക്ക് നിർമാല്യവും വാകച്ചാർത്തും ദർശിക്കാൻ അനുഗ്രഹിച്ചു. പിന്നീട് അകത്ത് കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് ഉഷപൂജ തൊഴുതുട്ടോ. ഉച്ചപൂജ അലങ്കാരം തൊഴുതു. അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു, കണ്ണാ, ഞാൻ ഇവിടെ വന്നതും കൃഷ്ണനാട്ടം നടത്തിയതും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോസാപ്പൂവും തുളസിയും സ്വീകരിച്ചെങ്കിൽ അത് എന്നെ അറിയിക്കണേ എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരവസരം തന്നുട്ടോ കണ്ണൻ. ആ പെരുമഴയും തിരക്കും കാരണം നടക്കാൻ പോലും വയ്യ. എന്തായാലും സ്റ്റാഫ് ക്യൂവിലൂടെ ഞങ്ങൾ കയറി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ വയറും മനസ്സും നിറഞ്ഞുട്ടോ. വെണ്ണയും ഉണക്കച്ചോറും നെയ്പായസവും രസകാളനും എരിശ്ശേരിയും മറ്റു കറികളുമായി ഞങ്ങളെ ഊട്ടി കണ്ണൻ. പിന്നീട് കൃഷ്ണനാട്ടത്തിൻ്റെ പ്രസാദം വാങ്ങാൻ പോയപ്പോൾ വീണ്ടും പറഞ്ഞു, കണ്ണാ, പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും കൂടി തരണേ എന്ന്. കൗണ്ടറിൽ നിന്ന് അവർ പ്രസാദം കിറ്റിലാക്കി തന്നുട്ടോ. ഞാനത് കൈനീട്ടി വാങ്ങിയപ്പോൾ ഒരു തിരുമുടിമാല എൻ്റെ നേരെ ആ ജീവനക്കാരൻ നീട്ടി. ഇത് ചേച്ചി കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചോളൂ എന്ന്. ഒറ്റ നിമിഷം ഞാൻ കണ്ണാ എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി. എന്താ, ഞാനൊരു തെളിവ് തരണേ എന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സമർപ്പിച്ചതൊക്കെ സ്വീകരിച്ചെങ്കിൽ. പക്ഷേ കണ്ണൻ ഇതാ എനിക്ക് തിരുമുടിമാലയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. സന്തോഷം നിറഞ്ഞ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞു. ഇതെനിക്ക് കണ്ണൻ തന്ന അനുഭവമായിട്ടാണ് തോന്നിയത്. പല തവണയായി കണ്ണൻ ഓരോരോ അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. ഇനി എന്നാ കണ്ണാ ഞാൻ ഇവിടേക്ക് എന്ന് ചോദിച്ച് കണ്ണന് ഇഞ്ചും കപ്പലണ്ടി മിഠായി ഒക്കെ കൊടുത്ത് ഞാൻ മടങ്ങി. ഹരേ കൃഷ്ണ. ഗിരിജാമ്മ എഴുതിയാണ് അയച്ചു തന്നിരിക്കുന്നത്. ചില വാക്കുകൾ ക്ലിയർ അല്ലായിരുന്നു, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അനുഭവം ഗംഭീരമായില്ലേ. ഗുരുവായൂരിൽ നിന്ന് തൊഴുതിറങ്ങിയ ഒരു ഫീലാണ് ഇത് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ഈ തിരക്കിനിടയിലും എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു. കുറേ മുമ്പേ അയച്ചു തന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറയുകയാണ്. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരണം. ജോയിൻ ബട്ടണിലൂടെ വരാം. ദിവസവും കൃഷ്ണ വിഗ്രഹം നമ്മൾ സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.